ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 8ാമത്തെ ഒരു 10ാമത്തെ മാസത്തിലേക്ക് മുടി നല്ല സെറ്റായി നല്ല തിക്കായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മുടി കൊഴിയാറുണ്ടോ? പല ആളുകൾക്കും അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും എനിക്ക് അങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്. അതായത് കുളിക്കുന്ന സമയത്ത് മുടി ചീകുന്ന സമയത്തൊക്കെ ഒരുപാട് മുടികളൊക്കെ കൈയുടെ മുകളിൽ കാണാം എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ഷെഡിങ്ങിന്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ലേറ്റ് ഷെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആദ്യത്തെ ഒരു 4 മാസം നമുക്ക് ഷെഡിങ് ടൈം ആയിരിക്കും. അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ ഒരുവിധം എല്ലാം നമുക്ക് കൊഴിഞ്ഞു പോകും. അപ്പം അങ്ങനെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോവാത്ത മുടികളുണ്ടല്ലോ, ആ മുടികളാണ് ഒരു 8ാമത്തെ അല്ലെങ്കിൽ 10ാമത്തെ മാസത്തിലേക്ക് നമുക്ക് കൊഴിഞ്ഞു പോകുന്നത്. ആ ലേറ്റ് ഷെഡിങ്ങിന്റെ ഭാഗമായിട്ട് കൊഴിഞ്ഞു പോകുന്ന മുടികളെല്ലാം നമുക്ക് ഫൈനൽ റിസൾട്ടിന്റെ സമയത്ത് നമുക്ക് തിരിച്ചു വരും. അതായത് മുടി കൊഴിഞ്ഞു പോയാലും റൂട്ട് ഒരിക്കലും കൊഴിഞ്ഞു പോയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എല്ലാ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതെങ്കിൽ ആ കൊഴിഞ്ഞു പോകുന്ന മുടികളെല്ലാം തിരിച്ചു വരും എന്നുള്ളതിന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ എപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നല്ല ഡോക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസമായി എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. താങ്ക്